ഹലോ ഫ്രണ്ട്സ്, ഇലവീഴ പൂഞ്ചിറയിലെ അത്ഭുത കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എത്തിച്ചേരുവാൻ ഓഫ് റോഡ് സൗകര്യം മാത്രമുണ്ടായിരുന്ന കാലത്ത് നിന്നും ഇന്ന് നല്ല ഒന്നാന്തരം റബ്ബറൈസ്ഡ് റോഡുകൾ വന്നു കഴിഞ്ഞു. എന്നാലും ഒരു 500 മീറ്റർ മുകളിലേക്ക് നടന്നു തന്നെ കയറണം. ജീപ്പ് സഫാരി ഏർപ്പെടുത്തിയാൽ 1000 രൂപയാണ് ഈടാക്കുന്നത്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാഴ്ചകളും അവർ കൊണ്ടുപോയി കാണിക്കും. ചിറ്റിയന്തിൻ്റെ ചെടികളും തെരുവ് പുല്ലുമാണ് അവിടെ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നത്. പ്രദേശവാസികളായ സ്ത്രീകൾ ചിറ്റിയന്തിൻ്റെ ഓലകൾ വെട്ടുവാൻ വരും. ചൂരുണ്ടാക്കുന്ന കമ്പനികൾ അത് വാങ്ങും. ഒരു ഓലയ്ക്ക് 1 രൂപ പ്രതിഫലം ലഭിക്കും. അത് അവരുടെ ഒരു ജീവിത മാർഗമാണ്. സ്റ്റേറ്റ് വയർലെസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന മലമുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇലവീഴ പൂഞ്ചിറ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ള പഴയ വയർലെസ് സ്റ്റേഷൻ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു തിരുശേഷിപ്പായി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പഴയ ഒരു കണ്ടെയ്നർ കൊണ്ടുവച്ചതുപോലുണ്ട്. ഇന്ന് അതിനോട് ചേർന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്ത ഒരു പുതിയ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ പോലീസ് നിരീക്ഷണവുമുണ്ട്. മഴയും ഇടിമിന്നലും വന്നാൽ സന്ദർശകരെ അവിടെ കയറ്റി വിടുകയില്ല. വയർലെസ് സ്റ്റേഷനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ടവറുകളുടെ പരിസരത്തു നിന്നും 360 ഡിഗ്രി കാഴ്ചയാണ് നമ്മെ വിസ്മയിപ്പിക്കുന്നത്. മലങ്കര ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയാണ് വലതുവശത്തായി താഴെ വിശാലമായി പരന്നു കിടക്കുന്നത്.
ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് കൊണ്ടുവന്ന പൂഞ്ചിറയാണ് ഈ കാണുന്നത്. ചുറ്റും വൃക്ഷലതാദികൾ തിങ്ങി നിറഞ്ഞ പൂഞ്ചിറയിൽ ഒരു ഇല പോലും കാണുവാൻ കഴിയുന്നില്ല. ഒരിക്കലും വറ്റാത്ത ഒരു ശുദ്ധജല സ്രോതസ്സാണത്. തീക്കോയി, ഈരാറ്റുപേട്ട പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതും ഇവിടെ നിന്നുമാണ്. അമൃത് സരോവർ കുടിവെള്ള പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പ്രകൃതി തന്നെ രൂപപ്പെടുത്തിയ ഒരു മൺഗുഹയിലാണ്. മുനിയറ ഗുഹ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഏകദേശം 30 മീറ്റർ ഉള്ളിലേക്ക് നടന്നു കയറാവുന്ന ഒരു ഗുഹ. അതിൽ നിന്നും ഒരു തെളിനീരുറവ ഒഴുകുന്നത് കാണാം. മുട്ടുവരെ തണുത്ത വെള്ളത്തിലൂടെ നടന്നു മാത്രമേ അകത്തേക്ക് കയറുവാൻ പറ്റുകയുള്ളൂ. ഗുഹാമുഖത്തിൽ കുനിഞ്ഞു തന്നെ കയറണം. ഉള്ളിൽ നല്ല ഉയരമുണ്ട്. അതിനുള്ളിൽ കയറി ഇറങ്ങി വന്നത് വലിയൊരു അനുഭവമായിരുന്നു.